ഇതിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് 120 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 120 ഇഞ്ച് സ്ക്രീൻ ഉപയോഗിച്ചിരിക്കുന്നു. മറാൻസിൻ്റെ 6015 എന്ന് പറഞ്ഞ AVR ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരീന സീരീസിൽ വരുന്ന ടവർ സ്പീക്കർ വന്നിരിക്കുന്നു. അക്കോസ്റ്റിക്കും സൗണ്ട് പ്രൂഫും ചേരുകയാണ്. ബാക്കിൽ 2 സറൗണ്ട് സ്പീക്കറുകൾ, മേളിൽ ആറ്റ്മോസിന് വരുന്ന സറൗണ്ട് സ്പീക്കറുകൾ. നമസ്കാരം, അഭിനീഷാണ്, ന്യൂടെക് മീഡിയ സൊല്യൂഷൻ. ഇപ്പം തംബ്നെയിലിൽ കണ്ടതുപോലെ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമ അത് തിയേറ്ററിൽ ഇറങ്ങേണ്ട ഒരു സിനിമയാണ്. എന്തെങ്കിലും സാഹചര്യത്തിൽ അതൊന്ന് വീട്ടിൽ ഇരുന്ന് കാണണമെങ്കിൽ വീട്ടിലൊരു നല്ല തിയേറ്റർ വേണ്ടേ. നല്ലൊരു തിയേറ്റർ നമ്മൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ അതിനുള്ള സംവിധാനവും നല്ലൊരു തിയേറ്റർ ഉണ്ടാക്കിയതിൻ്റെ എങ്ങനെയാണെന്നും അതിൻ്റെ 1 by 1 ആയിട്ടുള്ള പ്രൊസീജിയറുമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു എൻക്വയറി ആയിരുന്നു. അത് പ്രകാരം കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഞങ്ങൾ അവിടെ പോയി സൈറ്റ് കണ്ടു, അളവെടുത്ത് കഴിഞ്ഞപ്പം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇനീഷ്യൽ സ്റ്റേജിനാണ് നമ്മുടെ കയ്യിൽ ആ റൂം കിട്ടുന്നത്. ഇത് കണ്ടില്ലേ? അപ്പം ഇതിൻ്റെ നീളവും വീതിയും 14 by 19 ആയിരുന്നു. അത് ഞങ്ങൾ മെഷർമെൻറ്റ് ചെയ്തിട്ട് കസ്റ്റമറുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഒരു 2-3 ഓപ്ഷനുള്ള കൊട്ടേഷൻ അയച്ചു. അതിൽ നിന്ന് കസ്റ്റമർ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി 1 by 1 ആയിട്ടുള്ള പ്രൊസീജിയറിലേക്ക് കടന്നു. ഒരു റൂം സൗണ്ട് പ്രൂഫ് ആക്കാനുള്ള കാരണം ആ റൂമിൽ നിന്ന് സൗണ്ട് പുറത്തേക്ക് പോകാതിരിക്കാനാണ് സൗണ്ട് പ്രൂഫ് ആക്കുന്നത്. മെയിനായിട്ട് നമ്മളൊരു തിയേറ്റർ റൂമിലുണ്ടാകുന്നൊരു പ്രതിഭാസം 3 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ സ്ക്രീനെ ഫേസ് ചെയ്തിരിക്കും, സ്ക്രീനിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഡ്രൈ സൗണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സൗണ്ട്. രണ്ടാമതുണ്ടാകുന്നത് എക്കോയാണ് ഉണ്ടാകുന്നത്. മൂന്നാമതുണ്ടാകുന്നത് റിവേർബറേഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഈ 3 കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സൗണ്ടിനെ അബ്സോർവ് ചെയ്യുന്നതിനുള്ളൊരു വാല്യൂ ആണ് NRC എന്ന് പറയുന്നത്. നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് NRCയുടെ ഫുൾ ഫോം. ഈ NRCനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂമിനകത്ത് അക്കോസ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ 4 ഭിത്തിയിലും സീലിങ്ങിലും ചെയ്യുന്നത്. നമുക്ക് സൈറ്റിൽ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ, ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളും റൂമിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. സൈറ്റിലേക്ക് പോകാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞ റൂം ഇതാണ്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ഇത് വെറും പ്ലെയിനായിട്ട് വന്നിരിക്കുന്ന റൂമായിരുന്നു. അത് നമ്മൾ അക്കോസ്റ്റിക് ചെയ്യുകയും സൗണ്ട് പ്രൂഫ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ അക്കോസ്റ്റിക് ആയിട്ടുള്ള ചെയ്തിരിക്കുന്ന രീതികളും കാര്യങ്ങളും. ഇതിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് 120 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 120 ഇഞ്ച് സ്ക്രീൻ ഉപയോഗിച്ചിരിക്കുന്നു. മറാൻസിൻ്റെ 6015 എന്ന് പറഞ്ഞ AVR ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 911 എന്ന് പറയുമ്പം ടാഗ ഹർമൻ്റെ 12 ഇഞ്ച് സബ്വൂഫറാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് സബ്വൂഫർ വരുന്നുണ്ട്. ഇത് സീൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക് സൈഡ് 2 എണ്ണം, ആറ്റ്മോസിന് വേണ്ടി വരുന്ന 2 എണ്ണം. എല്ലാം ഉപയോഗിക്കുന്നത് JBL ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ടവർ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്നതും അരീന സീരീസിൽ വരുന്ന JBL ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ JBL തന്നെ സെൻട്രൽ സ്പീക്കർ വന്നിരിക്കുന്നു. പിന്നെ UPS ഉപയോഗിച്ചിരിക്കുന്നത് APC എന്ന് പറഞ്ഞ കമ്പനിയുടെ UPS. അത് പ്രൊജക്ടറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇത് പ്രൊജക്ടർ എന്തെങ്കിലും രീതിയിൽ പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കട്ടായി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കപ്പിന് വേണ്ടിയിട്ട് UPS ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ LGD ആണ് ബ്ലൂറേ പ്ലെയർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആംബിയൻ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ആംബിയൻ ലൈറ്റുകൾ കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്തുള്ളൊരു മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആംബിയൻ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് റിബ്ഡ് ആയിട്ടുള്ളൊരു കാർപ്പറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ഈ ഒരു റഫ് സർഫസിലൊരു പ്രത്യേക ഡിസൈൻ വന്നിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഫ്ലോർ നമ്മൾ എക്കോ ഉണ്ടായിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ ഫോം ഒട്ടിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അക്കോസ്റ്റിക് മെറ്റീരിയൽ നമ്മളൊരു നിശ്ചിത അനുപാതത്തിൽ നിറച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഈ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലത്തല്ല, അതായത് 4 ഭിത്തികൾ നമ്മൾ നിറച്ചിട്ടുണ്ട്. പിന്നെ പ്രൊജക്ടറിലേക്ക് വരികയാണെങ്കിൽ ഇത് benqൻ്റെ 1700 എന്ന് പറഞ്ഞ ഒരു 4K പ്രൊജക്ടറാണ് വന്നിരിക്കുന്നത്. ഇത് 4K ആണ്. ഇത് benq എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് നല്ല ആഫ്റ്റർ സർവീസും ബെസ്റ്റ് പെർഫോമൻസും നമുക്ക് തരുന്നൊരു കമ്പനിയാണ് benq എന്ന് പറയുന്നത്. പല ബ്രാൻഡുകളുണ്ടെങ്കിലും ഇതിൻ്റെ സർവീസ് സപ്പോർട്ട് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം.
ഇതിൻ്റെ എല്ലാം സ്വിച്ചുകൾ ഇതിൻ്റെ കൺട്രോൾ വന്നിരിക്കുന്നതെല്ലാം കയറി വരുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വിധത്തിലാണ്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ഒരു സ്വിച്ച് ഇട്ട് അതിനകത്ത് 2 ലൈറ്റ് കത്തി, അതിന് ശേഷം ഇതിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ഓഫാകാനോ ഓണാകാനുള്ള പവർ DP സ്വിച്ച് ഇവിടെ കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ചങ്ങോട്ട് പോകുന്നു. അവിടെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ബാക്കിയെല്ലാം സ്പ്ലിറ്റപ്പ് ചെയ്ത് പോകുന്നിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന സ്ട്രീമിംഗ് പ്ലെയർ ആമസോൺ സ്ട്രീമിംഗ് പ്ലെയർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇത് കുത്തിയിട്ടുണ്ട്, പുറത്ത് കാണാൻ പറ്റില്ല. പിന്നെ ഇത് ഹൈ സ്പീഡായിട്ടുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാഗില്ലാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏഷ്യനെറ്റിൻ്റെ കണക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. 2-3 തരത്തിലുള്ള നമുക്ക് ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കാം. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് രീതി അനുസരിച്ച് ഇൻ്റർനെറ്റ് വഴി കാണുക എന്നുള്ളത് ആമസോണിൻ്റെ അല്ലെങ്കിൽ എമ്മയുടെ TV ബോക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പുതിയ സിനിമകളെല്ലാം OTT റിലീസിലാണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഡിവൈസുകൾ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ പ്ലെയർ കൊടുക്കാൻ പറ്റും, ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന HD കണക്ടിവിറ്റിയുള്ള ഏഷ്യനെറ്റോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും പ്രൊവൈഡർ ഉപയോഗിച്ചാണെങ്കിലും നമുക്കിത് കാണാൻ പറ്റും. അപ്പം മൊത്തം 3-4 ഡിവൈസുകൾ ഉപയോഗിക്കാം. ഇത് ലേസർ ടേപ്പ് എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ അളവെടുക്കാനുള്ളൊരു എക്യുപ്മെൻ്റാണ് ഡിജിറ്റലി. ഇത് ഇപ്പം കണ്ടില്ലേ, ഇതിൽ റൂമിൻ്റെ ലെങ്ത് 18.570 ഫീറ്റാണ്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ 14.485 ഇതാണ് ഈ ടോട്ടൽ ഈ റൂമിൻ്റെ നീളവും വീതിയും വരുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ റൂം നമ്മൾ കാണുമ്പം അതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ അതിൻ്റെ ഏത് തരത്തിലുള്ള അക്കോസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണെന്ന് തീരുമാനം എടുക്കുകയും ആ രീതിയിലാണ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഈ തിയേറ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു അപ്കമിങ് തിയേറ്റർ വരുന്നുണ്ട്. ബ്രാൻഡഡായിട്ടുള്ള സ്പീക്കർ പാക്കേജും പ്രൊജക്ടറും AVR ഉപയോഗിച്ചിട്ട് വരുന്ന തിയേറ്ററാണ്. അതുകൂടാതെ തന്നെ അത് എനിക്ക് തോന്നുന്നു അതൊരു ഓട്ടോമേറ്റഡ് തിയേറ്ററോടായിരിക്കും വരാൻ പോകുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ്.